സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ സൂപ്പർ പെർഫോമൻസ് പ്രതീക്ഷിക്കാവുന്ന ഐറ്റമായിരിക്കും കൂലി എന്ന സിനിമ എന്നാണ് ആരാധകർ പറയുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ ആദ്യ ഷോ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കൂലി ഉണ്ടാക്കിയ ഹൈപ്പ് അത് ചെറുതൊന്നുമല്ല. ആവേശം ഇരട്ടിയാക്കി ആരാധകർ കാത്തിരിക്കുകയാണ് രജനീകാന്തിന്റെ സിനിമയ്ക്കായി. ഹിറ്റടിക്കുമോ രജനി ലോകേഷ് കോംബോ? ഒരുങ്ങിക്കോളൂ രജനി ആരാധകർ കൊണ്ടാടാൻ കാത്തിരിക്കുന്ന പടമിത എത്താറായി. കൂലി റിലീസ് തീയതി പ്രഖ്യാപിച്ചതു മുതൽ സിനിമയുടെ ഓരോ അപ്ഡേറ്റിനായി കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ. തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ ഒരുപോലെ പ്രതീക്ഷ കാത്തുസൂക്ഷിക്കുന്ന ചിത്രം കൂടിയാണ് കൂലി. ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനായി വരാനിരിക്കുന്ന ചിത്രം ഓഗസ്റ്റ് 14 തിയേറ്ററുകളിലെത്തുന്നത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായി എത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമീർ ഖാനും അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ള ചിത്രം കൂടിയാണ് കൂലി. ഇപ്പോഴിതാ സിനിമയിലെ ഗാനങ്ങൾ ഓരോന്നായി റിലീസ് ചെയ്തിരിക്കുകയാണ്. എല്ലാം തകർപ്പൻ ഡാൻസുകളുമായി വന്നെത്തിയ ഗാനങ്ങൾ. അതേസമയം ഓഗസ്റ്റ് 2 കൂലിയുടെ ട്രെയിലർ പുറത്തുവരുന്നത്. കൂലിയുടെ ടീസറോ ട്രെയിലറോ ഉണ്ടാകില്ലെന്നായിരുന്നു നേരത്തെ വന്നിരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ട്രെയിലർ എത്തുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ ആരാധകരും ആവേശത്തിലാണ്. ഇപ്പോഴിതാ സിനിമയുടെ കേരളത്തിലെ ആദ്യ ഷോയുടെ സമയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കൂലി കേരളത്തിൽ HM അസോസിയേറ്റ്സ് ആണ് വിതരണത്തിനെത്തിക്കുന്നത്. ചിത്രത്തിന്റെ കേരളത്തിലെ ആദ്യ ഷോ പുലർച്ചെ 6 മണി മുതൽ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നിരവധി ഫാൻ ഷോകളാണ് സിനിമയ്ക്കായി കേരളത്തിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മറ്റു ഭാഷകളിലും ചിത്രത്തിനായി നിരവധി ഷോകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ ദിനം ചിത്രം കേരളത്തിൽ നിന്ന് ഒരു വമ്പൻ ഓപ്പണിംഗ് നേടുമെന്ന പ്രതീക്ഷ തന്നെയുണ്ട്. ഓഗസ്റ്റ് 14 പൂരപ്പറമ്പാകുമോ തിയേറ്ററുകളെന്നാണ് ഇനി ആരാധകർ നോക്കിക്കാണുന്നത്. പക്ഷേ എമ്പുരാന്റെ ഫസ്റ്റ് ഡേ റെക്കോർഡ് തലൈവർ തൂക്കുമോ എന്ന ചർച്ചയും ഇപ്പോൾ നടക്കുകയാണ്. ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം തന്നെയാണിത്. കാരണം എമ്പുരാൻ കേരളത്തിൽ നിന്ന് മാത്രം ആദ്യ ദിനം 15 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷനായി നേടിയിരുന്നു. വിജയ് നായകനായ ലിയോ എന്ന സിനിമയുടെ 12 കോടിയുടെ ഓപ്പണിംഗ് ഡേ ഗ്രോസ് കളക്ഷനാണ് എമ്പുരാൻ പിന്തള്ളിയത്. മാത്രമല്ല പ്രീ റിലീസ് ബുക്കിംഗിലെ റെക്കോർഡിന് പിന്നാലെ ആദ്യ ദിന ഗ്രോസ് കളക്ഷനിലും റെക്കോർഡിലേക്ക് എമ്പുരാൻ കുതിക്കുന്നതാണ് നാം കണ്ടത്. എമ്പുരാൻ ആദ്യ ദിനം വേൾഡ് വൈഡ് കളക്ഷനായി 65 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയത്. ഈ കണക്കുകൾ കൂലി തൂക്കിയെറിയുമോ എന്ന് തന്നെയാണ് ഇനിയുള്ള ചർച്ചകൾ. എന്തായാലും തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലായാണ് രജനീകാന്തിന്റെ കൂലി തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. കാത്തിരിക്കാം രജനീകാന്തിന്റെ ആറാട്ടിനായി. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.